ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SMC ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ കറക്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലർക്കും സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ വിത്ത് ലിക്വിഡിറ്റി, ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ കണക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പല ടൈപ്പ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമ്മളൊക്കെ കാണാതെ പോകുന്ന പല ടൈപ്പ് ഓർഡർ ബ്ലോക്ക്സ് ഉണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്ക് എത്രത്തോളം വാലിഡ് ആണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ, ഇവിടെയൊക്കെ എത്രത്തോളം മാർക്കറ്റ് വർക്കൗട്ട് ആകും, നമ്മളുടെ വ്യൂവിനനുസരിച്ച് മാർക്കറ്റ് പോവും എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടേണ്ടതായിട്ടുണ്ട്, എൻട്രികൾ പുഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കോർ കൺസെപ്റ്റ് ഓഫ് സപ്ലൈ, ഡിമാൻഡ് ആൻഡ് ലിക്വിഡിറ്റി, ഹൗ ദ മാർക്കറ്റ് റിയലി മൂവ്സ് ബിഹൈൻഡ് ദിസ് സീൻസ്, how to trade supply and demands, how to identify high quality supply and demand zones. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം, എങ്ങനെ നമുക്കൊരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ, ഓക്കെ, ഈ ഒരു കാര്യം, ഒരു സപ്ലൈ ഒരു ഡിമാൻഡ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പം വാട്ട് യു മസ്റ്റ് നോ ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു ബേസ് എന്നും പറഞ്ഞൊരു നോട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബേസ്? ഇവിടെ റിയലി ബേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ഡിമാൻഡ് ഏരിയ എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറിയതിന് ശേഷം മാർക്കറ്റ് ജസ്റ്റ് ഇവിടെ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെയും പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. സോ ഞാൻ ഇതിനെ ബേസ് എന്ന് വിളിക്കും. ബേസ് എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു ഡിമാൻഡ് ഏരിയ ആയതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഏരിയ എന്തുകൊണ്ട് ഡിമാൻഡ് ഏരിയ ആയി, ഓക്കെ, എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം, ഇവിടെ ലിക്വിഡിറ്റി വളരെയധികം കൂടുതലാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ലോഡഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, ബട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റി ലോഡഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ലോഡഡ് എന്ന് പറയാൻ കാരണം, ഇവിടെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. മാനിപ്പുലേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയേക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ്, കൂടാണ്ട് മാർക്കറ്റ് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ലോഡഡ് ആണെന്നും അതിലുപരി ഇവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളവിടെ എന്ത് പറയും, ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും, ഇതൊരു ബേസ് ഏരിയ ആണ്. ഓക്കെ, എന്താണ്, ഒരു ബേസ് ഏരിയ ആണ്. അപ്പോൾ ഡിമാൻഡ് സോൺസ് ഫോർമേഷൻ, എങ്ങനെ ഒരു ഡിമാൻഡ് സോണിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി വരുന്ന മാർക്കറ്റ്, അതാണ് ബൈ സൈഡിലോട്ട് പ്രഷറുള്ള മാർക്കറ്റാണ്. ഓക്കെ, ഈ ബൈ സൈഡിലോട്ടുള്ള പ്രഷറുള്ള മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒരു മാനിപ്പുലേറ്റ് തന്നതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയാൽ അതിനർത്ഥം അൺയൂഷ്വൽ ഇൻക്രീസ് ഇൻ ബൈയിങ് പ്രഷർ, അല്ലെങ്കിൽ ബൈയിങ് വോളിയം കൂടുന്നു അൺയൂഷ്വലായിട്ട്. അവിടെ സപ്ലൈ കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അതുകൊണ്ട് നമുക്കവിടെ എന്ത് പറയാം, ഇതൊരു ബേസ് ഏരിയ ആണ് അല്ലെങ്കിൽ ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ നമുക്ക് എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. ആ ഒരു എൻട്രികൾ എങ്ങനെ പുഷ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സപ്ലൈ സോൺ ഫോർമേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് താഴോട്ടിറങ്ങി വരുന്ന മാർക്കറ്റ്, സെൽ സൈഡ് മൂവ്മെൻറ്റ് നടത്തി വരുന്ന മാർക്കറ്റ്, ഓക്കെ, ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് ചെറിയ രീതിയിൽ എന്താണ് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്താണ് നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നു. എങ്ങനെ പമ്പ് ചെയ്യുന്നു, വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ്, വിത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നുകൊണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ എന്താണ്, അൺയൂഷ്വലായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യണം. എങ്ങോട്ടുള്ള, സെൽ സൈഡിലോട്ടുള്ള ആ ഒരു വോളിയം ഇൻക്രീസ് ആവുകയാണ്. അവിടെ എന്താണ്, ബയേഴ്സ് കുറയുന്നു, സെല്ലേഴ്സ് കൂടുന്നു.
ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു ബേസ് ഏരിയ നമുക്ക് എന്തായിട്ട് എടുക്കാം? സപ്ലൈ ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു സപ്ലൈ ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രികളും പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനൊക്കെ പല 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 സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, പല ലോജിക്കുണ്ട് ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഡസ് പ്രൈസ് റിയാക്ട് ടു എ ഡിമാൻഡ് സോൺ? എന്തുകൊണ്ട് ഒരു ഡിമാൻഡ് സോണിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബേസ് ഏരിയ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് എന്താണ് പുഷ് ചെയ്യും. ഈ ഡിമാൻഡ് ഉള്ള ഏരിയയിൽ നിന്നും മാർക്കറ്റ് എന്താണ് നല്ല രീതിയിൽ മുകളിലോട്ട് പുഷ് ചെയ്യും വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ എന്തുണ്ട്? ഒരു സപ്ലൈ ഏരിയ ഉണ്ട് എന്ന് വിചാരിക്കുക. മുകളിൽ എന്തുണ്ട്? ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സപ്ലൈ ഏരിയ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സപ്ലൈ ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അവിടെ ചിലപ്പോൾ ഷോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് സെല്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് ഏരിയ വന്നാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പലരും വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതിലുപരി ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു ബേസ് അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു മാർക്കറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് തന്നതിന് ശേഷമുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡ് കൂടിയ ഏരിയയാണ്. അതായത് ഈ ഒരു സപ്ലൈയേക്കാൾ വളരെയധികം ഡിമാൻഡുള്ള ഏരിയയാണ്. അങ്ങനെ ഡിമാൻഡുള്ള ഏരിയ ആയതുകൊണ്ടും എന്താ നടക്കുക എന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ച് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പമ്പ് ചെയ്യിപ്പിക്കാൻ നോക്കും. ഓക്കെ, അതായത് സെല്ലേഴ്സിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് പമ്പ് ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടാമതായിട്ട് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോങ് പൊസിഷൻസ് ആഡ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രൈസ് റേഞ്ചാണ്. സോ ഇങ്ങനെയുള്ള ഡിമാൻഡ് ഏരിയകളിൽ മാർക്കറ്റ് എന്താണ് രണ്ടാമത് വന്ന് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ബൈ ചെയ്യും. ഓക്കെ, അതായത് ഡിഫെൻഡിങ് ദെയർ ഓൾഡ് പൊസിഷൻസ്, അതുപോലെ തന്നെ ഓപ്പണിങ് മോർ പൊസിഷൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബാക്കിയുള്ള ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അതായത് ഡിഫെൻഡിങ് ദെയർ ഓൾഡ് പൊസിഷൻസ് ആൻഡ് ഓപ്പണിങ് മോർ പൊസിഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇപ്പം ഡിമാൻഡിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ത് ഫോർമേഷൻ ആവണം? ഫസ്റ്റ് വൺ ഒരു ബേസ് ഫോർമേഷൻ ചെയ്യണം. എന്താണ്? ഒരു ബേസ് ഫോർമേഷൻ ചെയ്യണം. രണ്ടാമത് നമുക്ക് എന്ത് വേണം? ഒരു എക്സ്പാൻഷൻ വേണം. അതുപോലെ തന്നെ മൂന്നാമത് എന്ത് വേണം? ഒരു റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മിത്തിക്കേഷൻ, ഒരു സ്ലോ മിത്തിക്കേഷൻ നമുക്ക് വേണം. നാലാമതായിട്ട് എന്ത് വേണം? കണ്ടിന്യൂവേഷൻ വേണം. ആ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യവും ആ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ആ ഒരു കണ്ടിന്യൂവേഷൻ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബേസ് ആണെങ്കിലും ഇനി എക്സ്പാൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റീട്രേസ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബേസ് പല ടൈപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പാൻഷൻ, റീട്രേസ്മെൻറ്റ് ആൻഡ് മിത്തിഗേഷൻ, കണ്ടിന്യൂവേഷൻ. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. ഓക്കെ, ഇനി സോ ഹൗ ഡു വി ക്യാച്ച് ദം? എങ്ങനെ നമുക്ക് ഈ ഒരു ഈ ഒരു കണ്ടിന്യൂഷനൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രേഡിംഗ് ഒരു മോഡൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ്? ഒരു ബേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേസ് ഏരിയ ആണ്, ഒരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് പമ്പ് ചെയ്തതിന് ശേഷം, അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന് ഈ ഒരു ബേസിൽ വന്ന് മിത്തിഗേറ്റ് ചെയ്തു. എന്താണ്? ഈ ഒരു ബേസിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന് മിതിഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. എങ്ങോട്ട്? ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ലോ ആണ്, ഹൈ ആണ്, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ എന്നായിരുന്നു തന്നാണ് ഈ ഒരു മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന മാർക്കറ്റ് എന്താണ്? ഈ ഒരു ഡിമാൻഡ് ഏരിയ ഹയർ ടൈം ഫ്രെയിമിൽ വന്ന് എന്താണ് മിതിഗേറ്റ് ചെയ്ത ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്ത് തരണം? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിരിക്കണം. ഓക്കെ, അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നിരിക്കണം. ഓക്കെ, അങ്ങനെ
തന്നു കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പി ഡി അറേ, ലോവർ ടൈം ഫ്രെയിമിലുള്ള നെക്സ്റ്റ് പി ഡി അറേയിൽ നിങ്ങൾക്ക് ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ആ ഒരു പി ഡി അറേ എന്ന് പറയുമ്പോൾ FEG ആവാം, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ബ്രേക്കർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ മിത്തിഗേഷൻ ബ്ലോക്ക് ആവാം. ഇത്രയും കാര്യങ്ങൾ വരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻട്രികൾ പുഷ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു FEG ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് നോക്കുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ബ്രേക്കർ ബ്ലോക്ക് നോക്കുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലെ മിത്തിഗേഷൻ ബ്ലോക്ക് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് അപ്സൈഡിലോട്ട് നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെയാണ്, നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളൊരു സപ്ലൈ ഏരിയയിൽ. ഓക്കെ, സപ്ലൈ ഏരിയയിൽ നമ്മൾ എൻട്രി പുഷ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു 1 hour എന്താണ് ഒരു ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു 1 hour ഹയർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, 1 hour മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ എന്താണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു. നമുക്കിതൊരു സപ്ലൈ ഏരിയ ആണ്. എന്താണ് 1 hour എന്താണ് ഒരു സപ്ലൈ ഏരിയ ആണ്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് എന്താണ് വീണ്ടും എന്ത് കിട്ടി, വീണ്ടും നമുക്ക് ഇവിടെ എന്താണ് ഒരു FEG ഉണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ ഒരു FEG ഉണ്ട്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ പിന്നെയും കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ 1 hour മാർക്കറ്റ് വന്ന് ഈ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. നിങ്ങൾക്കിതെന്ത് ചെയ്യാം, ഒരു 50 minutesലോട്ട് ഈ ഒരു 1 hour ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50 minutesലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്താണ് 50 minutesലോട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ 50 minutesലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു 1 hour മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത മാർക്കറ്റ് നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു FEGയുടെ കാര്യം എടുക്കുകയാണെങ്കിലും, ഈ ഒരു FEGയുടെ കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയയിൽ എങ്ങനെ ക്ലിയർ ആയിട്ട് എൻട്രി പുഷ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 50 minutes ഈ ഒരു 1 hour ഈ ഒരു സപ്ലൈ ഏരിയ നമുക്ക് എന്താണ് ജസ്റ്റ് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് 50 minutes അല്ലെങ്കിൽ 5 minutes, 1 hour ആണെങ്കിൽ ഒരു ഏറ്റവും ബെറ്റർ 5 minutes ആയിരിക്കും. അതുപോലെ തന്നെ 4 hour ആണെങ്കിൽ 50 minutes ആയിരിക്കും ലോവർ ടൈം ഫ്രെയിമിൽ ഏറ്റവും ബെറ്റർ. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 hour നിന്നും 5 minutesലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻട്രികൾ പുഷ് ചെയ്യാം. അല്ലെങ്കിൽ 4 hour നിന്ന് 50 minutesലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതുപോലെ തന്നെ PD അറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് കറക്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യം, ഈ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നമുക്കെങ്ങനെ ആ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എൻട്രി പുഷ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ബേസ് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ബേസിൽ മാർക്കറ്റ് രണ്ടാമത് വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ത് വേണം, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ എന്ത് വേണം, ഇംബാലൻസ് വേണം മാർക്കറ്റിൽ. എന്ത് വേണം, ഇംബാലൻസ് വേണം മാർക്കറ്റിൽ. ഓക്കെ, ഇറ്റ്സ് ദ ലാസ്റ്റ് ബൈയിങ് ഓർ സെല്ലിംഗ് ക്യാൻഡിൽ റൈറ്റ് ബിഫോർ പ്രൈസ് മൂവ്സ് drastically up or down. It's the candle where institutional money steps in, manipulates price and creates BOS or MSS. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഹൗ ഡു വി ആക്ച്വലി ഡ്രോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓൺ ദ ചാർട്ട്. ഓക്കെ, അപ്പം മെത്തേഡ് 1, ദ റേഞ്ച് സോൺ. അതായത് ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോൺ എങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മളെ റിസ്ക്കും നമ്മളെടുക്കുന്ന കാര്യങ്ങളും ഒക്കെ പോലെയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 1, ദ റേഞ്ച് സോൺ. മെത്തേഡ് 1, ദ റേഞ്ച് സോൺ വിക്ക് ടു വിക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബേസ് ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ബേസ് ഏരിയയിലെ വിക്ക് ടു വിക്ക് നമ്മൾ എന്താണ് സപ്ലൈ ഏരിയ, അതുപോലെ തന്നെ വിക്ക് ടു വിക്ക് നമ്മൾ എന്താണ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവിടെ എന്താണ് കുറച്ചുകൂടി റിസ്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും.
ഓക്കെ. അതിപ്പം ഓരോരുത്തരുടെ ഇമോഷണലും കാര്യങ്ങളും ഒക്കെ കണക്കിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത് റേഞ്ച് സോൺ വിക്ക് ടു വിക്ക് എന്നുള്ള രീതിയിൽ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നീട് ബാക്കിയുള്ള കാര്യം ലോവർ ടൈം ഫ്രെയിമിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻട്രിയിൽ പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ദ പിവറ്റ് സോൺ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ദ പിവറ്റ് സോൺ സിംഗിൾ ഓർ ടു ക്യാൻഡിൽ ഷിഫ്റ്റ്. അതായത് ഈ ഒരു പിവറ്റ് സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിസ്ക് വളരെ കുറവായിരിക്കും. അതായത് മാർക്കറ്റ് പമ്പ് ചെയ്തതിൻ്റെ ഏറ്റവും ഫസ്റ്റുള്ള ആ ഒരു തുടക്കമുള്ള ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ ആ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ആ ഒരു ക്യാൻഡിലാണ് നമ്മളിവിടെ സപ്ലൈയും അതുപോലെ തന്നെ ഡിമാൻഡ് ഏരിയ ആയിട്ടും നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ. അതാണ് ഇത് പിവറ്റ് സോൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്താണ് സപ്ലൈ ഏരിയയും ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ മാത്രം ആണ് സപ്ലൈ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിലുപരി ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് റേഞ്ച് സോൺ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ പിവറ്റ് സോൺ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പിവറ്റ് സോൺസ്. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റേഞ്ച് സോണും ഇത് പിവറ്റ് സോണും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻഡിലായിട്ട് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഇതൊരു പിവറ്റ് സോൺ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വിക്ക് ടു വിക്ക് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ അതൊരു റേഞ്ച് സോണും ആയിരിക്കും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ഓക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് റേഞ്ച് സോണും അതുപോലെ തന്നെ പിവറ്റ് സോണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കി എന്താണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഐഡിയയും പോലെ നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി മെത്തേഡ് 3 ദ ഫ്രാക്ഷണൽ മോഡൽ. ഫ്രാക്റ്റൽ മോഡൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അതായത് പല രീതിയിലുള്ള നമുക്ക് എന്താണ് സപ്ലൈയും ഡിമാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്താണ് ഫ്രാക്റ്റൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടൈപ്സ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വിക്ക് സോൺ, അതുപോലെ തന്നെ മൂന്നാമത്തത് വിക്ക് ഒൺലി ഒപ്റ്റിമൈസേഷൻ. ഓക്കെ. ഇവിടെ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് നല്ല മാർക്കറ്റ് നല്ല അപ്സൈഡിലോട്ട് പമ്പ് ചെയ്യുന്ന മാർക്കറ്റാണ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾ പോയി ലോവർ ടൈം ഫ്രെയിമിൽ ഇതൊന്നും ചെയ്യാനേ നിൽക്കരുത്. ഓക്കെ. ഇപ്പം ഹയർ ടൈം ഫ്രെയിമിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺ എന്താണെന്ന് വെച്ചാൽ രണ്ട് നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽസ് കാണാൻ പറ്റും. അതിനിടയിലുള്ള ഒരു റെഡ് ക്യാൻഡിൽ, ആ ഒരു റെഡ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ അപ്സൈഡോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഒരു ലോ സൈഡോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ. ഇത് സെൽ സൈഡും അതുപോലെ തന്നെ ഇതൊരു ബൈ സൈഡും. ഓക്കെ. ഇതൊരു ഡിമാൻഡ് ഏരിയയും അതുപോലെ തന്നെ ഇതൊരു സപ്ലൈ ഏരിയയാണ്. അങ്ങനെ നമുക്ക് എന്താണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺസ് എന്നുള്ള രീതിയിൽ സപ്ലൈ സോണും അതുപോലെ തന്നെ ഡിമാൻഡ് സോണും നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ഇനി അടുത്ത നെക്സ്റ്റ് വൺ ടൈപ്പ് 2 വിക്ക് സോൺസ്. വിക്ക് സോൺസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വിക്കാണ് എടുക്കുന്നത്. ഓക്കെ. എന്താണ് ഈ വിക്ക് ടു ഈ വിക്ക്. ഓക്കെ. അതായത് ഈ വിക്കിൻ്റെ ഇവിടം മുതൽ ഈ വിക്കിൻ്റെ ഇവിടം വരെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സെല്ല് ചെയ്ത് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നും ബൈ ചെയ്യും. അപ്പം ഇവിടെ എന്താണ് ഡിമാൻഡും ഇവിടെ എന്താണ് സപ്ലൈയുമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണ് വിക്ക് ടു വിക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിക്ക് ഓൺലി ഒപ്റ്റിമൈസേഷൻ. ഇവിടെ നമ്മൾ വിക്ക് മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ സപ്ലൈ ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പിടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻട്രികൾ പുഷ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് അത്രത്തോളം ക്വാളിറ്റിയുള്ള എൻട്രികൾ നിങ്ങൾക്ക് കിട്ടും. എൻട്രികൾ മിസ്സാവത്തില്ല. ഓക്കെ. ഈ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഡിമാൻഡ് ഏരിയ, സപ്ലൈ ഏരിയ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സോൺ, നെക്സ്റ്റ് വൺ വിക്ക് സോൺ, അതുപോലെ തന്നെ മൂന്നാമത്തെ വിക്ക് ഒൺലി ഒപ്റ്റിമൈസേഷൻ. ഇനി 5 കീ മെക്കാനിക്കൽ റൂൾസ് ടു ഐഡൻറ്റിഫൈ ഹൈ ക്വാളിറ്റി സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കുറച്ച് റൂൾസ് എന്തിനാണ് ഹൈ ക്വാളിറ്റി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. ഫസ്റ്റ് വൺ ഓൺലി ഫോക്കസ് ഓൺ സോൺസ് ദാറ്റ് ബ്രേക്ക് സ്ട്രക്ചർ.
നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് തന്നു, അതിനുശേഷം എന്ത് തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഏരിയ ഉണ്ടായിരുന്നു, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഏരിയ ഉണ്ടായിരുന്നു. ആ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, റെസ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഓക്കെ, എന്താണ് ടാപ്പ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങി. അങ്ങനെ മാർക്കറ്റ് താഴോട്ടിറങ്ങിയതിന് ശേഷം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന ഫസ്റ്റ് കാര്യം എന്താണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറി മാർക്കറ്റ് എന്താണ് ഒരു ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു തുടങ്ങി. അങ്ങനെ മൂവ് ചെയ്ത് വരുന്ന മാർക്കറ്റിൽ എന്താണ് നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു സപ്ലൈ ഏരിയ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. എന്താണ് ഇവിടെ നമ്മൾ ബേസ് ടു ബേസ് ആണ് വിക്ക് ടു വിക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഫ്രഷ് സപ്ലൈ ഏരിയ എടുക്കാൻ പറ്റും. ഇതൊരു എന്താണ് ഒരു ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്, ഒരു കീ ലെവലാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു ബെസ്റ്റ് ഏരിയ ആണ്. അപ്പം ഈ രീതിയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷമുള്ള ഫ്രഷ് സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഫ്രഷ് ഡിമാൻഡ് ഏരിയ. ഇനി നെക്സ്റ്റ് വൺ, ലുക്ക് ഫോർ സ്ട്രോങ് മൂവ്സ് എവേ ഫ്രം ദ സോൺ. അതായത് നിങ്ങൾക്കിവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ഒരു 3 പാറ്റേൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 3 പാറ്റേൺസിൽ ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ഉണ്ട്, ഇവിടെ സ്ട്രോങ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വീക്ക് ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയ, ഇവിടെ ഒരു ഡിമാൻഡ് തന്നതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തു. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്തു പോയി. ഓക്കെ, അതുകൊണ്ടാണ് ഇത് സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം സ്ട്രോങ്. എന്തുകൊണ്ട് ഇവിടെ സ്ട്രോങ് എന്ന് പറഞ്ഞു, മാർക്കറ്റ് എന്താണ് ഇത്രയും മൂവ്മെൻറ്റ് കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്താണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മാർക്കറ്റ് എന്താണ് FEG ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ഈ ഒരു FEG ഇല്ല, ഒന്നുമില്ല, മാർക്കറ്റ് വളരെ കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വീക്ക് ഏരിയയിലൊക്കെ മാർക്കറ്റ് എന്താണ് ഇത് പൊളിച്ച് താഴോട്ടിറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് എന്താണ് റെസ്പെക്റ്റ് ചെയ്ത് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആണ് മാർക്കറ്റ്, ഏകദേശം ഒരു 60% എബോവ്. ഓക്കെ, 60% എബോവ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്, ഇവിടെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണ് ലുക്ക് ഫോർ സ്ട്രോങ് മൂവ്സ് അവേ ഫ്രം ദ സോൺസ് എന്നുള്ള രീതിയിൽ സ്ട്രോങ്ങസ്റ്റ്, സ്ട്രോങ്, വീക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് നമ്മളെ എൻട്രികൾ നമുക്ക് നോക്കാം. ബട്ട് എൻട്രിക്ക് ക്വാളിറ്റി കൂടണം എങ്കിൽ നിങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ്, ടൈം സ്പെൻഡ് ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് റിവീൽഡ്. ദ ലെസ് ടൈം പ്രൈസ് സ്പെൻഡ്സ് ഇൻസൈഡ് എ സപ്ലൈ ഓർ ഡിമാൻഡ്, ദ മോർ ഔട്ട് ഓഫ് ബാലൻസ് ദാറ്റ് ലെവൽ വാസ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സപ്ലൈ ഏരിയ കിട്ടി, നല്ലൊരു സപ്ലൈ ഏരിയ നമുക്ക് കിട്ടി. ആ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താണ്, അതായത് സപ്ലൈ ഏരിയ തന്നതിന് ശേഷം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുക, അതായത് ഒരു ബേസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ എൻട്രികൾ നോക്കാറ്. അപ്പോൾ ഇവിടെ സ്ട്രോങ്ങസ്റ്റ് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് നല്ല രീതിയിൽ ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം ഇവിടെ എന്താണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഒരു ചെറിയൊരു ലാഗ് കിട്ടി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു ഷാർപ്പ് മൂവ്മെൻറ്റ് വന്നു. ഇവിടെ ആണെങ്കിൽ വളരെ വീക്കാണ് കാര്യം, മാർക്കറ്റ് അവിടെ വന്ന് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് പോയത്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മളുടെ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റിയും നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള ചാൻസും ഈ ഒരു സ്ട്രോങ്ങസ്റ്റ് ഏരിയ ആണ്. ചിലപ്പോൾ ഈ ഒരു വീക്ക് ഏരിയയിൽ നിങ്ങൾ സപ്ലൈ ഏരിയ ആയിരിക്കും, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങിപ്പോയി. ബട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴോട്ടുള്ള ഡിമാൻഡ് ഏരിയകൾ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ എന്താണ് ഈ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം ഫ്രഷ്നെസ്. എവറി ടൈം പ്രൈസ് കം ബാക്സ് ടു ദി സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടാപ്പിംഗ് ഇറ്റ്, ഇറ്റ്സ് ഡ്രെയിനിങ് ഇറ്റ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഇതുപോലെ നിങ്ങൾ ചാർട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതായിരിക്കും. അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ബേസ് ഏരിയ ആണ്. ഈ ഒരു ബേസ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി, ദെൻ വീണ്ടും വന്ന് ടാപ്പ് ചെയ്തു, താഴോട്ട് പോയി. വളരെ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞു മാർക്കറ്റ് എന്താണ് വീണ്ടും വന്ന് ടാപ്പ് ചെയ്തതിനു ശേഷം എന്താണ് നിങ്ങളിവിടെ ഇനി എൻട്രി എടുക്കരുത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കാനേ നിൽക്കരുത്,
എൻട്രി എടുത്താൽ പാളിപ്പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി മാർക്കറ്റ് എന്താണ്, മാർക്കറ്റിൻ്റെ ആ ഒരു സെർവ് കഴിഞ്ഞു. ഓക്കെ, എന്താണ് ആ ഒരു സെർവ് കഴിഞ്ഞു. മാർക്കറ്റിൻ്റെ ആ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് മാർക്കറ്റ് നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതുപോലെ മാർക്കറ്റ് വന്ന് 3, 4, 5 പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3ാമത്തെയും 4ാമത്തെയും ടാപ്പിൽ പോയൊക്കെ എൻട്രി എടുക്കാൻ നിന്നാൽ ഓക്കെ, അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ എൻട്രി മാറ്റുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ എന്താണ് ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു സപ്ലൈ ഏരിയയിലോട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൽ സൈഡിലോട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഏകദേശം കഴിഞ്ഞു. മാർക്കറ്റ് സെർവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ അവിടെ പോയി എൻട്രി എടുക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫ്രഷ് സപ്ലൈ ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നല്ലൊരു ബേസ് നോക്കിയിട്ട് എന്താണ് നല്ല ഫ്രഷ് സപ്ലൈ ഏരിയയിൽ നിങ്ങൾ എൻട്രി എടുക്കുക. ഇനി നെക്സ്റ്റ് ലുക്ക് ഫോർ ലിക്വിഡിറ്റി സ്വീപ്സ്. അതായത് ലിക്വിഡിറ്റി സ്വീപ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഡിമാൻഡ് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റിൽ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്, ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം പമ്പ് ചെയ്ത് കയറിപ്പോയ മാർക്കറ്റാണ്. അങ്ങനെ പമ്പ് ചെയ്ത് കയറി പോകണമെങ്കിൽ എന്തൊക്കെ വേണം, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളോ കിട്ടിയതിന് ശേഷം ഓക്കെ, നമ്മൾ ആ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മളെന്താണ് ആ ഒരു വിക്ക് ടു വിക്ക് നമ്മളെന്താണ് ആ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് എടുക്കുന്നു. മാർക്കറ്റ് രണ്ടാമത് വന്ന് ഇവിടെ ടാപ്പ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈക്വൽ ലോയ്ക്ക് ശേഷം മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിൽ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡിമാൻഡ് ഏരിയ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കാര്യവും മാർക്കറ്റിൽ വളരെയധികം വർക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പമ്പ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് പിന്നെയും ആ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് എന്താണ് ആ ഒരു പൊസിഷൻ വീണ്ടും കീപ്പ് ചെയ്ത് മാർക്കറ്റ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈക്വല്ലോയുടെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് ഈ ഒരു ഈക്വൽ ലോ കിട്ടിയതിന് ശേഷം തൊട്ട് താഴെ എന്താണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഏരിയയും ഓക്കെ, പിന്നീട് കിട്ടുന്ന ഡിമാൻഡ് ഏരിയയിലും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എന്താണ് നെക്സ്റ്റ് ഒരു PD അറേയിൽ നിങ്ങൾ എൻട്രി പുഷ് ചെയ്യുക. ആ എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടുതലായിരിക്കും, റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എൻട്രികൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ നോക്കി ഏതൊക്കെ ഏരിയയാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയതിന് ശേഷം വളരെ നല്ല രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ നോക്കി നമ്മൾ എൻട്രികൾ പുഷ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റും മാർക്കറ്റ് ഒരു ബേസ് തന്നതിന് ശേഷമുള്ള ഓരോ മൂവ്മെൻറ്റും നോക്കി നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പം താങ്ക് യു.